ഒരു കാലത്ത് കാസർഗോഡ് തളങ്കര ഗ്രാമത്തിന്റെ ഇസ്ലാമിക പൈതൃകം വിളിച്ചോതുന്നതായിരുന്നു തളങ്കര തൊപ്പികൾ. ഇന്ന് തളങ്കര സ്വദേശിയായ അബ്ദുൾ കരീം മാത്രമാണ് തൊപ്പി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മെഷീൻ തൊപ്പികളുടെ കടന്നുവരവും ജോലിക്ക് ആളുകളെ കിട്ടാത്തതുമാണ് ഈ തൊപ്പികളുടെ നിർമ്മാണത്തിന് വെല്ലുവിളിയായത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു കാലത്ത് കാസർഗോഡ് തളങ്കരയിലെ തദ്ദേശീയരായ ജനവിഭാഗങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു തളങ്കര തൊപ്പിയുടെ നിർമ്മാണം. കേരളത്തിലെ ആദ്യ മുസ്ലിം ആരാധനാലയങ്ങളിലൊന്നായി കണക്കാക്കുന്ന മാലിക് ദിനാർ പള്ളിയുടെ സമീപ പ്രദേശമാണ് തളങ്കര. പാരമ്പര്യമായി മുസ്ലിം പുരുഷന്മാർ ധരിക്കുന്ന പച്ചയും വെളുപ്പും നിറങ്ങളിലുള്ള തൊപ്പികൾ അക്കാലത്ത് കേരളത്തിൽ തളങ്കരയിലാണ് നിർമ്മിച്ചിരുന്നത്. പ്രത്യേക രീതിയിൽ നെയ്യുന്ന തൊപ്പിയാണ് തളങ്കര തൊപ്പി. പരുത്തി ഉപയോഗിച്ച് പരുത്തി നൂലുകൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം. വെള്ളിയാഴ്ച നമസ്കാരങ്ങൾക്കും വിശേഷ ദിവസങ്ങളിലും കാസർഗോഡ് ഭാഗത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അന്ന് വ്യാപകമായി ഈ തൊപ്പി ധരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് അക്കാലത്ത് ആ പ്രദേശത്തിൻ്റെ ഉപജീവനം കൂടിയായി മാറിയിരുന്നു. അറബിക് കാലിഗ്രാഫിയുടെ മനോഹാരിത നിറഞ്ഞ തളങ്കര തൊപ്പിയുടെ നിർമ്മാണം ഭൂരിഭാഗവും കൈകൾ കൊണ്ടാണ്. പഴയ കാലത്തൊക്കെ തളങ്കരയിൽ കുറേ ഫാമിലി ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 90% ആൾക്കാരും തളങ്കര തൊപ്പിയിലാണ് ഉപജീവനം കണ്ടെത്തിയിരുന്നത്. ഇപ്പം നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മാതിരിയുള്ള രീതിയിലല്ല ഉള്ളത്. ഇതിപ്പോൾ ഒന്ന് മെയിൻ നമ്മൾ കോട്ടൺ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പരുത്തി നൂലാണ് അതിൻ്റെ അകത്തിൽ കൊടുക്കുന്നിരുന്ന സാധനം. പിന്നെ അത് നമ്മൾ ഏകദേശം ഒരു തൊപ്പി റെഡി ആണെങ്കിൽ ഒരു 5-6 ആളെ കയ്യിലൊക്കെ കൈമാറിയെങ്കിൽ തൊപ്പി റെഡി ആവുള്ളൂ. ഹാൻഡ് മെയ്ഡാണ് കൂടുതൽ ചെയ്യുന്നത്. അതിൽ നമ്മളത് പഴയ കാലത്ത് മറ്റേ നിസ്കാര പായണ്ടൊക്കെ കാലിഗ്രാഫി അതിലത്തെ ഡിസൈൻ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ ഐഡിയൽ ചെയ്യുന്ന ഓരോ ഡിസൈൻ വലിയ മെച്ചമുള്ള ഏർപ്പാടല്ല ഇത്. പിന്നെ ഗവൺമെൻറ്റൊക്കെ സബ്സിഡിയൊക്കെ ചെയ്തു തരാണെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള പ്രതീക്ഷ. ഒരു കാലത്ത് 300 കുടുംബങ്ങൾ വരെ തളങ്കര തൊപ്പി നിർമ്മാണത്തിൽ സജീവമായിരുന്നു. പിന്നീട് വിദേശ രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വൈവിധ്യത്തോടെയും വിലക്കുറവിലും തൊപ്പികൾ നാട്ടിലെത്തിയതോടെയാണ് ഈ പ്രാദേശിക തൊപ്പിയുടെ പ്രൗഢി കുറഞ്ഞത്. പുതിയ കാലത്ത് നിർമ്മാണം ലാഭകരമല്ലാത്തതും ഇതിൻ്റെ നിർമ്മിതിക്ക് തടസ്സമായി. ഒരു ഗ്രാമത്തിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള തൊഴിൽ സംസ്കാര പൈതൃകത്തിൻ്റെ കൂടെ ഭാഗമാണ് തളങ്കര തൊപ്പികൾ. തളങ്കര തൊപ്പിയുടെ പ്രൗഢതയും പാരമ്പര്യവുമൊക്കെ നിലനിർത്തണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ പിന്തുണ തന്നെ വേണം എന്നാണ് ഈ കുടുംബം പറയുന്നത്. ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിയോടൊപ്പം രതീഷ് വാസ്തേവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.